കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. പോർമുഖത്ത് പല വിധത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറ്റി മുന്നണികൾ ഓരോ നിമിഷവും സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷത്തെ രാഷ്ട്രീയ മുഖരിതമാക്കുകയാണ്. UDFിൻ്റെ പ്രചാരണ വേദികളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFിനെ ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്ന് നയിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയം കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന മുന്നണി UDF ആണെന്ന പ്രതീതി ഇതിനകം വന്നിട്ടുണ്ട്. നേരത്തെ പൗരത്വ വിഷയങ്ങളിൽ ഉൾപ്പെടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF സ്വീകരിച്ചു പോന്നിരുന്ന കർക്കശ നിലപാട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം മറന്നിട്ടില്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശനുമുള്ള അതിരുകടന്ന സൗഹൃദം LDFിനെ സംശയമുനയിൽ നിർത്തുകയാണ്. എന്നാൽ LDFിൻ്റെ വേദികളിൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നാഷണൽ ലീഗ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ പറയുന്നത് LDFിനെ കുറിച്ച് അത്തരത്തിലൊരു ആശങ്കയും വേണ്ട എന്നാണ്. മെട്രോപോസ്റ്റ് ഇലക്ഷൻ ടോക്കിൽ സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ മനസ്സ് തുറക്കുകയാണ്. LDF തുടരുമെന്നാണ് തങ്ങൾ പറയുന്നത്. പ്രചാരണ രംഗത്ത് എത്രമാത്രം മുന്നേറാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്? മതനിരപേക്ഷതയും നവകേരള വികസനവും മുന്നേറ്റവുമാണ് പ്രചാരണത്തിൽ LDF മുഴുനീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളെ, ന്യൂനപക്ഷ ജനവിഭാഗത്തെ ചേർത്ത് നിർത്തി അവർക്ക് സംരക്ഷണ കവചമൊരുക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ CA NRC മുതൽ കണ്ടതാണ്. ഇന്നിപ്പോൾ അത് നേറ്റിവിറ്റി കാർഡ് വരെ എത്തി നിൽക്കുന്നു. ആ ഒരു സാഹചര്യം ഇവിടുത്തെ സാമുദായിക സംഘടനകളും അത് ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചു. ഈ ഗവൺമെൻറ്റിനെ അംഗീകരിച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ UDF സംവിധാനം പറയുന്ന നുണപ്രചരണങ്ങളും കിംവദന്തികളും ജനങ്ങൾ മുഖവിലക്കെടുക്കുകയില്ല. പല വർഗീയ കാർഡുകളും മറ്റും ഇറക്കിക്കൊണ്ട് തന്നെ നുണയുമായി സഞ്ചരിക്കുമ്പോൾ അതിനെയെല്ലാം LDF മറികടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയും വികസന കാഴ്ചപ്പാടുകളും കേരളത്തിലൂടെ അങ്ങോളം ഇങ്ങോളം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളും മാത്രം തന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയുടെ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ പ്രസക്തമാണോ? വഖഫ് വിഷയത്തിൽ നാം എല്ലാം കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിലെടുത്ത നിലപാട് വിപ്പ് ലംഘനം വരെ പ്രിയങ്ക ഗാന്ധി നടത്തി. അന്നേ ദിവസം സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി മൗനം ഭജിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യം സൗത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു രീതിയും കേരളം വിട്ടാൽ മറ്റൊരു രീതിയും ആണ് ഇവർ രണ്ടുപേരും കൈക്കൊള്ളുന്നത്. തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു കാപ്പട്യം നിറഞ്ഞ ഒരു സംരക്ഷണം കവചം ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേസമയം അവർ വടക്കോട്ട് ഉത്തരേന്ത്യയിലേക്കെല്ലാം പോകുമ്പോൾ മൃദുഹിന്ദുത്വമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പകൽ പോലെ വ്യക്തമായ സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വഖഫ് വിഷയത്തിൽ ലോക്സഭയിൽ കൈക്കൊണ്ട നിലപാട് എന്നുള്ളത്. UDF മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുള്ളിൽ സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തഴയപ്പെട്ടു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. വടക്കാഞ്ചേരി പോലും ആ തരത്തിലുള്ളൊരു പൊട്ടിത്തെറി കോൺഗ്രസിനുള്ളിലുണ്ടായി. എന്താണ് ഇത്? ഇടതുപക്ഷത്തിന് ഏത് രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് തങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും UDFിൻ്റെ നുണപ്രചരണത്തിൽ പല സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീണുപോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ന്യൂനപക്ഷങ്ങളെ ഒടൊപ്പമാണ് എന്നുള്ള നുണപ്രചരണത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം തന്നെ ഏകദേശം 95ഓളം സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. അതിൽ എത്ര പേര് മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവർ നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ് തന്നെ കയ്പമംഗലം, ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തുകയും പേരിൽ ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയുമാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം ഈ ക്യാമ്പയിനിൽ അദ്ദേഹം പറയുന്നത്
ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തന്നിൽ വിശ്വാസം അർപ്പിക്കാമെന്നാണ്. ഇത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ പറ്റും? അത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. CA/NRC, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CA/NRC തൊട്ട് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയ നേറ്റിവിറ്റി കാർഡ് വരെയുള്ള കേരള സന്തതികൾക്ക് ചോദിച്ചാൽ ഞാനൊരു കേരളക്കാരനാണ് എന്ന് പറയാൻ അഭിമാനത്തോടുകൂടി പറയാൻ സാധ്യമാകുന്ന രീതിയിലുള്ളൊരു കാർഡ് തന്നെ നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു, അവരെ സംരക്ഷിച്ചു പോരുന്നു, അവരെ മാറ്റി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന നേറ്റിവിറ്റി കാർഡ്. സമസ്ത പോലുള്ള മത സംഘടനകൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ചെയ്തികളെയും പറ്റും അവർക്ക് പ്രശംസനീയമായ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മതം തന്നെയാണ് വിഷയമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള രഹസ്യ ക്യാമ്പയിനുകൾ. എന്താണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ ഇലക്ഷനെ ഏത് രീതിയിൽ ഏറ്റെടുക്കണമെന്നാണ് തങ്ങൾക്ക് പറയാനുള്ളത്? വരുന്ന ഇലക്ഷനിൽ, തിരഞ്ഞെടുപ്പിൽ നാം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, ആ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കണമെന്നുള്ളതിന് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണം. കാരണം ഒരു നുണപ്രചരണങ്ങൾ, കിംവദന്തികൾ പരന്നൊരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിയാർജിച്ച് ഇടതുപക്ഷത്തിന് ഉന്നത വിജയം സമ്മാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.